السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبع الفساد في الأرض إن الله لا يحب المفسدين. പ്രിയപ്പെട്ട മക്കളെ, മുജാഹിദ് വനിതാ വിദ്യാർത്ഥിനി വിഭാഗത്തിൻ്റെ കാര്യഗൗരവമുള്ള നേതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് 10 മണിക്ക് ഞാൻ ഈ പ്രോഗ്രാമിനെ ശ്രദ്ധിച്ചത് സമയത്തിൻ്റെ സൂചിയുടെ കൂടെയാണ് ഈ പ്രോഗ്രാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മണിക്കൂർ സൂചിയുടെ കൂടെയല്ല, സെക്കൻഡ് സൂചിയുടെ കൂടെ. വളരെ കൃത്യമായി ഓരോ പ്രോഗ്രാമുകളും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഭംഗിയായി നടക്കുന്നുണ്ട്. നിങ്ങളുടെ സംഘാടകരെ, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർമാരെ, കൺവീനർമാരെ, പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ അഭിനന്ദിക്കുന്നു. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട പദം ഏതായിരിക്കുന്നറിയോ? വിശുദ്ധി എന്ന പദമാണ് അല്ലേ? ഇന്ന് രാവിലെ വന്നത് മുതൽ വിശുദ്ധി എന്ന പദമാണ് നിങ്ങൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിശുദ്ധി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ലേ? എന്താണ് വിശുദ്ധി? വിശുദ്ധിയും ശുദ്ധിയും ഒന്നാണോ? അല്ല, ശുദ്ധിയും വിശുദ്ധിയും ഒന്നല്ല, അത് രണ്ടാണ്. വിശുദ്ധിക്ക് ഒരു ദിവ്യമായ പരിവേഷം കൂടിയുണ്ട്. ഒരു സ്ഥലം വിശുദ്ധമാകുന്നത്, ഒരു സാധനം വിശുദ്ധമാകുന്നത്, ഒരാൾ വിശുദ്ധനാകുന്നത്, ഇതൊക്കെ അത് കേവലം ഭൗതികമായ ഒരു ശുദ്ധി കൊണ്ട്, വൃത്തി കൊണ്ട് ഒരാളോ ഒരു വസ്തുവോ വിശുദ്ധിയാകുന്നില്ല. അത് വിശുദ്ധി എന്ന പദം ഒരു പദത്തിൻ്റെ കൂടെ വെക്കണമെങ്കിൽ അവിടെ ചില പ്രത്യേകതകൾ ഉണ്ടാവണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ പകലുകളിൽ നമ്മൾ കേട്ടത്. ഈ കേട്ട വിശുദ്ധിയുടെ പദങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെയായി, സഹയാത്രികയായി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത്. എന്താണ് വിശുദ്ധി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീ വിശുദ്ധയാണ് എന്ന് പറയുന്നിടത്ത് എന്ത് വിശുദ്ധിയാണ് ഒരു സ്ത്രീയിൽ നാം ഉദ്ദേശിക്കുന്നത്? ഏത് വിശുദ്ധിയാണ് ആ സ്ത്രീയിൽ നമ്മൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത, ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിന്മകൾക്ക് സ്വാധീനവും സ്വാതന്ത്ര്യവും തിന്മകൾക്ക് ആഴത്തിലുള്ള വേരുകൾ കൂടി ലഭിച്ച ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ആധുനികമായ കണ്ടുപിടുത്തങ്ങളും ആധുനികമായ ജീവിത സംവിധാനങ്ങളുമൊക്കെ തിന്മകളുടെ വഴിയുടെ വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന ഈ തലമുറക്ക് ഒരുപാട് പേരുകളുണ്ട്. ഏറ്റവും ആധുനികമായ തലമുറ മില്ലേനിയം എന്ന പേരിൽ, അൽഫ എന്ന പേരിലൊക്കെ നിങ്ങളുടെ ജനറേഷനെ ലോകത്ത് മനുഷ്യർ അടയാളപ്പെടുത്തുന്നുണ്ട്.
ഈ അടയാളപ്പെടുത്തലിൻ്റെ കാരണം നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ വേഗതയാണ്. വേഗത എന്ന് പറഞ്ഞാൽ ലോകം അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്ന വേഗതയല്ല, ആ കറക്കത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയും ആ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റത്തിൻ്റെ സമയം വളരെ കുറഞ്ഞു വരിക. ഒരു 100 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ഒരു കൊല്ലം കൊണ്ട് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. എൻ്റെ നാട്ടിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിലുള്ള ഏകദേശം എല്ലാ ആളുകളുടെയും ബന്ധുക്കളൊക്കെ എവിടെയാണ് പാർക്കുന്നത് എന്ന് അയാൾക്കറിയാം. എങ്ങനെ അറിയാമെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. എന്നിട്ട് പറയും, നോക്കി നമ്മുടെ വീട്ടിൽ വല്യമ്മ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വിവരം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒന്ന് പോയിട്ട് പറയണം. ഇയാൾ ഒരു വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ബസ് കയറിയിട്ട് ആ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിൻ്റെ കുടുംബക്കാർ എവിടെയുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ആ വിവരം പറഞ്ഞ് അയാൾ മടങ്ങി വരുമ്പോഴേക്ക് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ആ മയ്യത്ത് മറവ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നിങ്ങളുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഒരാൾ മരിച്ചാൽ ആ വിവരം അറിയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഒരു സെക്കൻഡ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ വാട്സാപ്പിൽ ഇന്നാലില്ലാഹി അങ്ങനെ താഴേക്ക് ഇങ്ങനെ എഴുതി കാണുമ്പോൾ നിങ്ങളൊന്ന് മേലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കൂ, എന്താ പാരം മരിച്ചിരിക്കണല്ലോ, ആ തൊട്ടടുത്ത വീട്ടിലെ വല്യമ്മ മരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് ആ വിവരം ലോകം മുഴുവനും അറിയും. ഇതാണ് നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ വേഗത കൂടിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ വേഗത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത ശൈലിയിലും നിങ്ങളുടെ ചിന്തയിലുമൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെയൊക്കെ കാലത്ത് കുട്ടികൾക്ക് മധുരമായിരുന്നു കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് എരിവും പുളിയും ഉൾക്കൊള്ളുന്ന സ്വാദാണത്രേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു മധുരമുള്ള മുട്ടായി ഒന്നും ഇന്നൊരു ചെറിയ കുട്ടിക്ക് കൊടുത്താൽ 2 പ്രാവശ്യം കഴിയുമ്പോൾ ആ കുട്ടി പുറത്തേക്ക് വെക്കും. മധുരത്തോട് ഇഷ്ടം കുറഞ്ഞിരിക്കുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ചായ കുടിക്കാൻ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചായ കുടിക്കാൻ ഇഷ്ടമുണ്ടോ? അപൂർവമായിട്ട് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടും. ചൂടിനോടേ ഇഷ്ടമില്ല, തണുപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം. മഴ നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം കൊട നിങ്ങൾക്ക് ഇഷ്ടമല്ല. മഴയത്ത് നടക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. വെയിലത്തും നിങ്ങൾക്ക് കൊട ഇഷ്ടമല്ല, നിങ്ങൾക്ക് വെയിലത്ത് നടക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം. ബാപ്പിയമ്മയൊക്കെ പരീക്ഷയാണ് വരുന്നട്ടോ, 6 മാസമുള്ളൂ കേട്ടോ, ഒരുങ്ങിക്കോ 6 മാസമല്ലേ, 6 ദിവസം വേണ്ട, എനിക്ക് 6 മണിക്കൂർ മതി എന്ന് പറയാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. കാരണം നിങ്ങൾ വേഗത കൂടിയ ഒരു കാലഘട്ടത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വേഗത നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന അപകടകരമായ ചില അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ പിടിക്കേണ്ട വിശുദ്ധിയുടെ ആ വലിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു പക്ഷേ ചോദിക്കും, എന്തിനാണ് ഞങ്ങളെങ്ങനെ പിന്നാലെ കൂടുന്നത്? ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടല്ലോ, ഞങ്ങളെന്താ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഞങ്ങളെന്താ പ്രശ്നക്കാരാണോ, പിന്നെ എന്തിനാ ഞങ്ങളെങ്ങനെ നിങ്ങൾ വല്ലാതെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചില കുട്ടികൾക്കെങ്കിലും സംശയം തോന്നിയേക്കാം. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിഷ്കളങ്കരാണ്. നിങ്ങളുടെ ഓരോ കുട്ടിയെയും വിളിച്ചിട്ട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ നൈർമല്യവും അതിൻ്റെ വിശുദ്ധിയും ഞങ്ങൾ കാണാറുണ്ട്. മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും തൊട്ടുമുമ്പിലിരിക്കുന്ന മക്കളുടെ കണ്ണുകൾ നിറയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ നല്ല മക്കളാണ്, നിങ്ങൾ നല്ല മക്കളാണ്. പക്ഷേ നല്ല മക്കളായ നിങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ധവളമായ വിശുദ്ധിയെ നശിപ്പിച്ചു കളയാനുള്ള സകലമാന സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ ഒരുക്കത്തോടുകൂടിയും വാണരുളുന്ന ഒരു ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പേടിയാണ് ഞങ്ങൾക്ക്. നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോയാൽ 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തും വരെ നെഞ്ചിലെരിയുന്ന നെരിപ്പോടുമായിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടുപടിക്കൽ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ഉമ്മയും ബാപ്പയും കാണെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ആ മൊബൈലുമായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചത്ത് ഒരു അഗ്നിഗോളമുണ്ട്. മോള് മൊബൈലുമായിട്ട് പോയിട്ടുണ്ട്, അതിനെന്താ കുഴപ്പം? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പഠിക്കാനാവാം, അറിയാനാവാം, സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനാവാം. പക്ഷേ ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയല്ലല്ലോ. മൊബൈൽ ഫോണുകളുടെ ദുരുപയോഗത്തിൽപ്പെട്ട് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന 100 കണക്കിന് ദൗർഭാഗ്യവതികളായ മക്കളെക്കുറിച്ച് ദിവസവും വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണുമായി ഇറങ്ങിപ്പോകുന്ന മക്കളെ നിങ്ങൾ സമാധാനമായി മാറുന്നത്? അതുകൊണ്ട് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഇതുവരെ ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ യോഗം അതിൻ്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെറിയ സൂചനകൾ പോലെ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിനൊരു പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പേരെന്താണ്? 1990 മുതൽ അല്ലെങ്കിൽ 80 മുതൽ അല്ലെങ്കിൽ 90ന്റെ പകുതി മുതൽ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിന് പറയുന്ന പേര് സത്യാനന്തര കാലം എന്നാ. നിങ്ങൾ അങ്ങനെ ഒരു പദം കേട്ടിട്ടുണ്ടോ? സത്യാനന്തര കാലം. ചിലപ്പോഴൊക്കെ നമ്മൾ ചില മാഗസിനൊക്കെ വായിക്കുമ്പോൾ ആ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എന്ന് മുതലാ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഡേറ്റ് ഒന്നുമില്ല. പക്ഷേ എന്താണ് സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ? സത്യത്തിനേക്കാൾ അസത്യം വിശ്വസിക്കപ്പെടുന്ന കാലം. എന്താണ്? സത്യത്തിനേക്കാൾ അസത്യം വിശ്വസിക്കപ്പെടുന്ന ഒരു കാലം. സത്യത്തിനെ ഏത് രൂപത്തിലാണോ വളച്ചൊടിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക, അങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലം. ഇവിടെ നമ്മുടെ മഞ്ചേരി തൊട്ടടുത്ത് ഒരു വാഹനാപകടം ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷയും ഒരു ബസ്സും കൂട്ടിയിടിച്ച് ദാരുണമായ ചില മരണങ്ങളുണ്ടായി. അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അത് ഒരു അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ഒരു ബസ്സും ഈ ഓട്ടോറിക്ഷയുമായി കൂട്ടിമുട്ടിയാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ യാത്രക്കാരാണ് മരിച്ചത്. പക്ഷേ ഞാൻ ആ വാർത്ത ഒരു ഓൺലൈൻ പോർട്ടലിൽ ആ വാർത്ത ആദ്യമായി വായിച്ചത് ഇങ്ങനെയാണ്: മലപ്പുറത്ത് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ഒരു മരണം. അപ്പോൾ ആദ്യം ചിന്തിച്ചത്, പടച്ചോനെ, ആരാണാവോ മരിച്ചത്? പിന്നെ ആ വാർത്തയിലേക്ക് താഴേക്ക് പോകുമ്പോഴാണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്. മലപ്പുറത്തൊരു മരണം എന്ന ആ മലപ്പുറം എന്ന പദം വലുതാക്കി എഴുതുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ്? അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു വാർത്ത കൂടി വായിച്ചു. ദുബായിൽ, UAE ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റുന്നു. പഴയ ക്ഷേത്രം പൊളിച്ചു മാറ്റുന്നു. ഇതാണ് തലക്കെട്ട്. ഞാൻ ആ വാർത്ത മുഴുവനൊന്ന് വാദിച്ചു. അപ്പോൾ പഴയ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഭയങ്കര തിരക്കാണ്, ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ക്ഷേത്രം പൊളിച്ചു മാറ്റി ഇപ്പുറത്ത് ഗവൺമെൻറ് തന്നെ പുതിയ വലിയ ഒരു ക്ഷേത്രം പണിത് ഈ പഴയ ക്ഷേത്രത്തെ ആ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയാണ്. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ വാർത്തയുടെ തലക്കെട്ട് എന്താ അറിയോ? ക്ഷേത്രം പൊളിച്ചു മാറ്റുന്നു. ഇതുപോലെ ഒരു വാർത്ത, സത്യമായ ഒരു വാർത്തയെ ഏത് രൂപത്തിലാണ് തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ കളവ് വിശ്വസിപ്പിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? ആ രൂപത്തിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിവാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്കെത്തുന്ന പല അറിവുകളും ശരിയായ അറിവുകളല്ല. നേരാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്കെത്തുന്ന പല നേരുകളും ശരിയായ നേരുകളല്ല. സത്യമെന്ന രൂപത്തിൽ നിങ്ങൾ കേൾക്കുന്ന പല സത്യങ്ങളും അത് സത്യങ്ങളല്ല, അസത്യങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിലും നിങ്ങൾ വെറുക്കുന്ന ഒരു സംഗതിയാണല്ലോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറയാണ്. ആ പ്രത്യേകിച്ചും ബാപ്പയും ഉമ്മയും മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, നോക്കി നടക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, വഴിയോരത്തു കൂടി പോകണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ മനസ്സ് തോന്നിയേക്കാം, ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ, എന്താണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത്? നമുക്ക് വെറുപ്പാണ്. ബാപ്പയും ഉമ്മയും ഒരു കാര്യം പറയാൻ, ഉപദേശിക്കാൻ വിളിച്ചാൽ അത് കേൾക്കാൻ വെറുപ്പാണ്. നിങ്ങൾക്കറിയോ മക്കളെ, ഈ ഭൂമിയുടെ മേലെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഗുണമുണ്ടാകുവാൻ വേണ്ടി, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ വേണ്ടി ഈ ഭൂമിയുടെ മേലെ ഏറ്റവുമേറെ ആഗ്രഹിക്കുന്ന രണ്ടാളുകൾ അതാരായിരിക്കും? ഒന്ന് നിങ്ങളുടെ ബാപ്പയായിരിക്കും, ഒന്ന് നിങ്ങളുടെ ഉമ്മയായിരിക്കും. ഈ രണ്ടാളുകൾക്ക് ശേഷമല്ലാതെ, ഈ രണ്ടാളുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആരാണ് മക്കളെ ഈ ഭൂമിയുടെ മേലെ വേറെയുള്ളത്? എന്നിട്ടും മാതാപിതാക്കൾ പറയുന്നത് അരോചകമായി തോന്നുകയും കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെയോ പറയുന്നത് ജീവിതത്തിൽ വേദവാക്യം പോലെ കാണുകയും ചെയ്യുന്ന ഒരു തലമുറ ജീവിച്ചിരിക്കുന്ന കാലത്താണ് എൻ്റെ മക്കളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യമെന്ന് പറയുന്നത്, സത്യം സാധാരണ പറയാറുണ്ട്, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്യം എന്താണ്? ആ സത്യം ചെരുപ്പ് ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് അസത്യം ഒരു പ്രാവശ്യം ലോകം ചുറ്റി വന്നിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത് ജനങ്ങൾ അറിയുന്നതിന് മുമ്പേ ആ കാര്യം, അതിൻ്റെ അസത്യപരമായ വാർത്ത ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കള്, ഗൗരവത്തോടെ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ,
കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലതയുള്ള ഒരു വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏത് തിന്മയുടെ മഴക്കോൾ ഉണ്ടാകുമ്പോഴും, തിന്മയുടെ ശക്തമായ കുത്തൊഴുക്കുണ്ടാകുമ്പോഴും ആ തിന്മയോട് രാജിയാവാൻ ഇഷ്ടമില്ലാതെ, ആ തിന്മയോട് സന്ധിയാവാൻ ഇഷ്ടമില്ലാതെ, ആ തിന്മയുടെ കുത്തൊഴുക്കിനെതിരെ മുകളിലേക്ക് നടക്കാൻ ധൈര്യം കാണിച്ചവരാ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ വരൂല. മഞ്ചേരി VP ഹാളിൽ ഷീ സമ്മിറ്റ് എന്ന പേരിൽ MGMന്റെ വനിതാ സ്റ്റുഡൻസ് വിങ്ങിന്റെ കീഴിൽ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ഒരു സദസ്സുണ്ട് എന്നറിഞ്ഞപ്പോ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നിങ്ങൾ ഇവിടെ വന്നത് ലോകത്ത് നടക്കുന്ന തിന്മക്കെതിരെ തിരിച്ചു നടക്കാനുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. അവരിലൂടെ അള്ളാഹു ഈ ലോകത്ത് ഒരു മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പുണ്ടാക്കി. നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഒരാണിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ ലോകത്ത് മനുഷ്യന്റെ തലമുറ നിലനിൽക്കാൻ അതിന്റെ അടിത്തറവാകുന്നത് ഒരു പെണ്ണാണ്. ഗർഭം ധരിക്കുന്നത് മുതൽ, പ്രസവിക്കുന്നത് മുതൽ, ആ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുന്നത് മുതൽ, ആ കുട്ടി സ്വന്തമായിട്ട് പിച്ച വെച്ച് നടക്കാനും തൻ്റെ കൈപ്പിടി കൊണ്ട് ഭക്ഷണങ്ങൾ വാരി തിന്നാനും അതിന് സാധിക്കുന്നത് വരെ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തവും അതിൻ്റെ കഴിവും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒരു പെണ്ണിനെയാണ് ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ ലോകത്ത് പെണ്ണിനല്ലാതെ മറ്റൊരുത്തനും സാധ്യമല്ലാത്ത വിധം സൃഷ്ടിപ്പ് തന്നെ ആ രൂപത്തിലാണ് പടച്ചവൻ നിശ്ചയിച്ചത്. അത് പെൺവർഗത്തിന്റെ മഹത്വമായി ലോകം എക്കാലത്തും അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും നല്ല പരിചരണം, എൻ്റെ ഏറ്റവും നല്ല സഹവർത്തിത്വം, എൻ്റെ ഏറ്റവും നല്ല എൻ്റെ സ്വഭാവം, അത് ഏറ്റവും നല്ലത് ആർക്കാണ് പ്രവാചകരെ ഞാൻ കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക എന്ന് ഉത്തരം പറഞ്ഞത്. സുമ്മമൻ, പിന്നെ ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക എന്ന് ഉത്തരം പറഞ്ഞ് സുമ്മമൻ എന്ന മൂന്നാമത്തെ ചോദ്യത്തിനും ഉമ്മയോടൊന്ന് മറുപടി പറഞ്ഞ് പിന്നെയും നാലാമത്തെ യാളെ തിരക്കിയപ്പോ ബാപ്പയോടെന്ന പ്രവാചകന്റെ മറുപടി ഈ ലോകത്തിനെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്ത് ഉമ്മ എന്ന ഒരു സ്ത്രീക്ക് ഈ ലോകം അനുവദിച്ചു കൊടുക്കേണ്ട, അംഗീകരിച്ചു കൊടുക്കേണ്ട മഹത്തായ സ്ഥാനത്തെക്കുറിച്ചാണ് പടച്ചറബ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഈ ലോകത്ത് സത്യാനന്തര കാലത്ത് അസത്യത്തെ സത്യമാക്കി എഴുന്നള്ളിക്കുന്ന കാലത്ത് ഈ ലോകം നിങ്ങളോട് പറഞ്ഞു, പെണ്ണിന്റെ ജന്മം അത് അവിശുദ്ധ ജന്മമാണ്, പെണ്ണിന്റെ ജന്മം അത് പാഴായ ജന്മമാണ്. അതുകൊണ്ട് സ്ത്രീകളെ, പെണ്ണുങ്ങളെ, നിങ്ങൾ ആണുങ്ങളെ പോലെ ജീവിക്കുക, നിങ്ങൾ ആണായി ജീവിക്കുക, നിങ്ങൾ ആണുങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ, നിങ്ങളുടെ സംസാരങ്ങളിൽ, നിങ്ങളുടെ നടത്തങ്ങളിൽ, ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, നിങ്ങളുടെ ഹോസ്റ്റലുകളിൽ, നിങ്ങളുടെ ബാത്റൂമുകളിൽ, എല്ലായിടത്തും ആൺ പെണ്ണെന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾ ആണുങ്ങളെ പോലെ ആവുക. ആണിനാണ് ഈ ലോകത്ത് മഹത്തായ സ്ഥാനമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആണിനെ പോലെയാകണമെന്ന് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. സത്യം അങ്ങനെയല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മ എന്ന സ്ത്രീയെയാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഈ ലോകം കടപ്പെട്ടതും ആ ഉമ്മയോടാണ് എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിവുണ്ട്. പിന്നെ എവിടെയാണ് സ്ത്രീ ചെറുതായത്? പിന്നെ എവിടെയാണ് സ്ത്രീ താഴെയായത്? പിന്നെ എവിടെയാണ് സ്ത്രീ പുരുഷന്റെ കൂടെ എത്താൻ മത്സരിക്കേണ്ടി വന്നത്? പിന്നെ എന്തിനാണ് സ്ത്രീ പുരുഷന്റെ വേഷം കെട്ടി ഞാനും ഒട്ടും മോശക്കാരിയല്ല എന്ന് ആരെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരാണ് ഇങ്ങനെ ഒരു സംഹിത ഈ ലോകത്ത് പറഞ്ഞുണ്ടാക്കിയത്? തീർത്തും നമുക്ക് പറയാൻ പറ്റും, സ്ത്രീകളുടെ ഉടലിനെ ചൂഷണം ചെയ്യണമെന്ന് തീരുമാനിച്ച, സ്ത്രീ ശരീരത്തിനെ ചൂഷണത്തിന്റെ ഉപാധിയായി മാത്രം കാണുന്ന രാജ്യത്തെ, ലോകത്തെ പുരുഷ മേധാവിത്വമാണ് ഈ ഒരു പുതിയ തന്ത്രത്തിന്റെ നിർമ്മാതാക്കൾ. എന്താണ്? പെണ്ണ്, ആ പെണ്ണിന്റെ പക്വതയും അവളുടെ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് അവൾ അകന്നു ജീവിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന പുരുഷ മേധാവിത്വത്തിന്റെ തലയിൽ തെളിഞ്ഞ ഒരു പുതിയ ആശയമാണ് ഇപ്പം നിങ്ങളൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന തലമുറ അനുകരിക്കാൻ ശ്രമിക്കുന്ന അപകടകരമായ ഈ ആശയം. പെണ്ണ് പെണ്ണായിട്ട് തന്നെ ജീവിക്കണം. അവളുടെ ശരീരഘടന, അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ ഒക്കെ വേറെ വേറെയാണ്. ഒരാണും പെണ്ണും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാണിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയും ഒരു പെണ്ണിന്റെ മനസ്സിലെ ചിന്തയും വ്യത്യസ്തമാണ്.
ആർക്കാണത് നിഷേധിക്കാനാവുക? അവിടെ ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തുമ്പോൾ ആ ഒരുമിച്ചിരുത്തത്തിന്റെ സുഖമനുഭവിക്കാൻ, ഒരുമിച്ചിരുത്തത്തിന്റെ ലാഭം നേടാൻ അവിടെ ആഗ്രഹിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും പുരുഷന്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ചൂഷണത്തിന്റെ മുദ്രാവാക്യമാണ് ആണും പെണ്ണും ഒരുപോലെയാവണമെന്നത്. ആ ചൂഷണത്തിന്റെ മുദ്രാവാക്യത്തെ തിരിച്ചറിയാനും പെണ്ണ് എന്ന് പറയുന്നത് ഒട്ടും മോശപ്പെട്ട അവസ്ഥയല്ല എന്നും ആണ് എന്ന പദത്തിന് പെണ്ണ് എന്ന പദത്തിനേക്കാൾ ഒട്ടും പ്രസക്തിയില്ല എന്നും ഈ ലോകത്തിന്റെ മുമ്പ് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കാവണം. യാ അയ്യുഹന്നാസ് يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ആണിനെയും പെണ്ണിനെയും പടച്ച റബ്ബാണ് പടച്ചത്. അവരിൽ നിന്ന് ഈ ലോകത്തിലെ മനുഷ്യവർഗത്തെ പടച്ചു. പടച്ച റബ്ബിന്റെ മുമ്പിൽ അഥവാ സൃഷ്ടാവിന്റെ മുമ്പിൽ ഒരു വ്യക്തി ബഹുമാനിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, ആ സ്ത്രീയുടെ സ്ഥാനം ഉയരുന്നത്, ആ മനുഷ്യന്റെ സ്ഥാനം ഉയരുന്നത് അവന്റെ ലിംഗം നിർണയിച്ചിട്ടല്ല, ജെൻഡർ നോക്കിയിട്ടല്ല. ആണാവട്ടെ പെണ്ണാവട്ടെ സൃഷ്ടാവിന്റെ കൽപ്പനകളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ആര് ജീവിച്ചോ അവർക്കാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ സ്ഥാനമുള്ളത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു നമ്മുടെ റബ്ബ്. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾക്ക് അഭിമാനം തോന്നിയിട്ടില്ലേ? ലോകത്തിലെ ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടമായ ലോകത്ത് ക്ഷമയുടെ പര്യായങ്ങളായ മനുഷ്യന്മാർക്ക് ഉദാഹരണമായി അള്ളാഹു താല പറഞ്ഞത് രണ്ട് സ്ത്രീകളെയാണ് അല്ലേ? ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയമാണ്. രണ്ടാമത്തത് ഇംറാഅത്തു ഫിറഔൻ. ഈ ലോകത്ത് തീഷ്ണമായ പരീക്ഷണത്തിന്റെ, അതിശക്തമായ പരീക്ഷണത്തിന്റെ നെറിപ്പോടിൽ ജീവിക്കേണ്ടി വന്നപ്പോഴും സൃഷ്ടാവിനോടുള്ള കടമകളും കടപ്പാടുകളും മറന്നു പോകാതെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ജീവിച്ച ആ രണ്ട് സഹോദരിമാരെ ഈ ലോകത്ത് ജീവിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ അല്ലേ? ആരായിരുന്നു മറിയം? അറിയില്ലേ ആരായിരുന്നു മറിയം? മറിയമിന്റെ ഉമ്മ നേർച്ചയാക്കിയതാ, എനിക്ക് പിറക്കുന്ന കുട്ടിയെ ഞാൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊടുക്കും. പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണായി പോയി. മറിയമിന്റെ ഉമ്മക്ക് വേദനയുണ്ടായി. പക്ഷേ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനറിയാം ആണും പെണ്ണുമൊക്കെ നേർച്ച പൂർത്തിയാക്കണം. അങ്ങനെയാണ് മറിയം പള്ളിയുടെ മിഹ്റാബിലെത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലാണ് ആ പെൺകുട്ടി വളരുന്നത്. ആ പെൺകുട്ടിയെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വഭാവത്തിലും വിശുദ്ധിയിലും സൗന്ദര്യത്തിലും അവൾ വല്ലാത്ത ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം കിട്ടാൻ അവരെല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നറുക്കെടുത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെ സംരക്ഷിക്കാൻ അതിന്റെ കുട്ടിയുടെ രക്ഷിതാവായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒരു നാടിനും ഒരു നാട്ടുകാർക്കും മുഴുവനും ഇഷ്ടമായ സ്വന്തം മക്കളെക്കാളേറെ അവർ സ്നേഹിച്ച് അവരുടെ പള്ളിയുടെ മിഹ്റാബിൽ അവർ വളർത്തിയ ആ മറിയമാണ് ഒരു ദിവസം ഗർഭിണിയായി പുറത്തു വന്നത്. എങ്ങനെ ഇരിക്കും? ഒരു നാട് മുഴുവനും ജീവനോളം സ്നേഹിച്ച, സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ച, സഹോദരി എന്ന് വിളിച്ച, പ്രിയപ്പെട്ടവളെന്ന് വിളിച്ച ആ പെൺകുട്ടി ഒരു ദിവസം രാവിലെ അവൾ ഗർഭിണിയായി പുറത്തു വരുന്നു. നാട്ടുകാർ അത്ഭുതപ്പെട്ടു. നീയോ മറിയമേ, നീയോ? ഇങ്ങനെ നീയോ? അവസാനം അവർ ചോദിച്ചു, മറിയം, എങ്കിൽ ഒരു കാര്യമെങ്കിലും നീ പറയണം. ആരാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി? ആരാണ് നിന്നെ പിഴപ്പിച്ചത്? ആരാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി? മറിയമിന് പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താ ഉത്തരം? അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചതാണ്. അങ്ങനെയാണ്. പക്ഷേ അത് പറഞ്ഞാൽ ഈ ജനങ്ങൾ വിശ്വസിക്കോ? ആരെങ്കിലും വിശ്വസിക്കോ? നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് അവൾ പറയാണ് ഞാൻ ഗർഭിണിയായത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താ പറയാ? അവൾ അഹങ്കാരിയാണ്, സത്യം പറയാത്തവളാണ്. മറിയമിനെ കുറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു. അവസാനം ഗർഭത്തിന്റെ ഭാരവും പ്രസവത്തിന്റെ നോവുമായി സംരക്ഷിക്കാൻ ആരുമില്ലാതെ മറിയം അലഞ്ഞു നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മറിയമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ ഖുർആനിൽ. പടച്ച റബ്ബേ, മറിയം എന്ന ഒരു പെണ്ണ് ഈ ഭൂമിയുടെ മേലെ ജീവിച്ചിട്ടുണ്ട് എന്ന ഓർമ്മ പോലും മനുഷ്യരുടെ മനസ്സിൽ നിന്നും എടുത്തു പോകത്തക്ക രൂപത്തിൽ എന്നെ നീ ഇല്ലാതാക്കണേ എന്നുവരെ മറിയം പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രമേൽ നിസ്സഹായമായ അവസ്ഥയിലാണ് മറിയമിന്റെ ജീവിതമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണം. അപവാദത്തിന്റെ വലിയ കഥകൾ ഉണ്ടാവാം. എനിക്കറിയാം, ക്യാമ്പസിൽ ഒരു പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടി ആ ക്ലാസ്സിലെ തീവ്രവാദി ബിൻ ലാദൻ എന്നൊക്കെ അത്ര അവൾ വിളിക്കുന്നത്. അവൾ ഇരിക്കുന്ന ബെഞ്ചിൽ ബിൻ ലാദന്റെ പെങ്ങൾ എന്നും എഴുതി വെച്ചത്രേ. ബിൻ ലാദന്റെ പെങ്ങൾ.
ഞാൻ ചോദിച്ചു, എന്തേ മോള് ചെയ്തത്? ബില്ലാദനാവാൻ എന്താ ചെയ്തത്? ഒന്നുമില്ല. ഫസ്റ്റ് ആദ്യമായി ഡിഗ്രി ക്ലാസ് റൂമിലേക്ക് കയറി വന്നപ്പോൾ വാതിൽക്കൽ നിന്ന് തട്ടമിട്ട് വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കൈ കാണിച്ച 2-3 ആൺകുട്ടികൾക്ക് കൈ കൊടുക്കാതെ അവൾ സലാം മടക്കിയപ്പോൾ എന്താ നിന്റെ കൈമ തൊടാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആ ഉത്തരത്തിന്റെ പേരിലാണ് ഇപ്പോൾ 3-ാം വർഷം പഠിക്കുമ്പോഴും ആ കുട്ടിയുടെ ഡെസ്കിൽ ബ്ലേഡ് കൊണ്ട് ചൊരണ്ടിയിട്ട് അവിടെ ബില്ലാദന്റെ സഹോദരി എന്നവർ എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദർശത്തിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മുൾക്കിരീടങ്ങളുടെ വേദനകൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ, അത് നിങ്ങൾ തന്നെ അനുഭവിക്കുന്നതാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിലുള്ള മാതൃക മറിയം ബീവിയുടെ ആ മാതൃക അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ ക്ഷമയുടെ മാതൃകയായിട്ടാണ് പഠിപ്പിച്ചത്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ സകലമാന ഉപദ്രവങ്ങൾക്കും വിധേയരായി, കഠിനമായ പീഡനങ്ങൾക്ക് വിധേയായി, കൊട്ടാരത്തിന്റെ മൂലയിൽ, ആ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, സർവാധികാരിയാണ്, എല്ലാ സുഖങ്ങളോടും കൂടി ജീവിക്കേണ്ടവളാണ്. പക്ഷേ വിശ്വാസം മുറുകെ പിടിച്ചതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ വിധിക്കപ്പെട്ട് കൊട്ടാരത്തിന്റെ ഇരുട്ടുമുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും വയറ്റിൽ വീഴുന്ന അടിയുടെയും അതേപോലെ തന്നെ ചവിട്ടിന്റെയും നോവുകൊണ്ട് പെടയുമ്പോഴും അവർ പ്രാർത്ഥിച്ചത് പടച്ച റബ്ബേ, ഞാൻ അനുഭവിക്കുന്ന തീഷ്ണമായ പീഡനങ്ങൾക്ക് പകരമായി നാളെ നിന്റെ ലോകത്ത്, നിന്റെ സ്വർഗത്തിൽ, നിന്റെ അടുത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ റബ്ബിബിനിലി ബൈത്തൻ, അല്ലാഹുവേ നിന്റെ അടുത്ത് നീ എനിക്കൊരു വീട് പണിയണമേ റബ്ബേ, ആ വീട്ടിലേക്ക് നീ എന്നെ സ്വീകരിക്കണമേ റബ്ബേ, അതിനുവേണ്ടി ഈ ഭൂമിയിൽ ഞാൻ എത്രയും ഏത് കഷ്ടപ്പാടും അനുഭവിച്ചു കൊള്ളാം റബ്ബേ എന്ന് പറഞ്ഞ ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലെ ആ സഹോദരി ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ ലോകത്തിലെ ആണിനും പെണ്ണിനും മാതൃകയാണ് എന്നാണ് പടച്ച റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ആക്ഷേപത്തിൻ്റെ, ആരോപണത്തിൻ്റെ കൂർത്തുമൂർത്ത ശരങ്ങൾ വന്നേക്കാം, പരിഹാസത്തിൻ്റെ വെറുപ്പുളവാക്കുന്ന പദങ്ങൾ വന്നേക്കാം, ഒറ്റപ്പെടുത്തലിൻ്റെ കഠിനമായ നോവ് നിങ്ങൾ അനുഭവിച്ചേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ലോകത്തിൻ്റെ മേലെ, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചെത്തും മുമ്പ് മുതൽ നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മുതൽ ഈ സൃഷ്ടാവിനോളം നമ്മളെ സ്നേഹിച്ച ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല കേട്ടോ. പടച്ച റബ്ബ് നമ്മളെ സ്നേഹിച്ചതുപോലെ ആരാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ ഉമ്മയും ബാപ്പയും പോലും നമ്മളെ സ്നേഹിച്ചത് നമ്മൾ അവരുടെ കയ്യിലേക്ക് എത്തിയപ്പോഴല്ലേ. അതിനു മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടത്തിലും എത്ര മനോഹരമായിട്ടാണ് പടച്ച റബ്ബ് നമ്മളെ സൃഷ്ടിച്ചതില്ലേ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു പദമുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക വസവ്വാക വഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ. നമ്മളെ വിളിച്ചത് അല്ലാഹു വിളിച്ചത് നമ്മളെ. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ. മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ ആരാണ് മക്കളെ നിങ്ങളെ വഞ്ചിച്ചത്? നിങ്ങളുടെ റബ്ബ് വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ വേണമെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ റബ്ബ് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ വേണ്ടതാണെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ റബ്ബ് പോകരുതെന്ന് പറഞ്ഞിടത്തേക്ക് പോകാൻ ആരെയാണ് നിങ്ങളെ വിളിച്ചത്? നിങ്ങളുടെ റബ്ബ് കാണരുത് എന്ന് പറഞ്ഞത് കാണാൻ ആരാണ് മക്കളെ നിങ്ങളെ പഠിപ്പിച്ചത്? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ തീർത്തു പറയട്ടെ, ഈ ലോകത്ത് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മുമ്പിലുള്ള രൂപരേഖ എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും ഈ ലോകത്ത് കൊടുക്കുന്ന ആദ്യ ഉപദേശങ്ങളിൽ ഒന്ന്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വരും. ആ മാർഗനിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മറ്റൊരു സമാനമായ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വലാ യദില്ലു വലാ യഷ്ഖ, അവർ വഴിപിഴച്ചു പോവുകയില്ല, അവർ ദൗർഭാഗ്യവാന്മാരാവുകയില്ല. എന്താ പറഞ്ഞറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല
നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ച മാർഗങ്ങളുണ്ടല്ലോ, ആ മാർഗത്തിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ, ഒന്ന്, അവൻ ഭയപ്പെടേണ്ടി വരികയില്ല. രണ്ട്, അവൻ സങ്കടപ്പെടേണ്ടി വരികയില്ല. മൂന്ന്, അവൻ വഴിപിഴച്ചു പോവുകയില്ല. നാല്, അവൻ ദൗർഭാഗ്യവാനാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ 4 സ്വപ്നങ്ങളല്ലാതെ അഞ്ചാമത്തെ എന്ത് സ്വപ്നമാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടുകൾ ഉണ്ടാവരുത്, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവരുത്, നമ്മുടെ ജീവിതത്തെ ദൗർഭാഗ്യങ്ങൾ വേട്ടയാടരുത്, നമ്മുടെ ജീവിതം വഴിപിഴച്ചു പോകരുത്. ഈ 4 ആഗ്രഹങ്ങൾക്കപ്പുറം അഞ്ചാമത്തെ എന്ത് ആഗ്രഹമാണ് ഈ ലോകത്ത് നമുക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ത്രികാലങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ആ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന മനോഹരമായ ആ നിർദ്ദേശങ്ങളെ പിൻപറ്റുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതം വിശുദ്ധമാവാൻ ഈ ലോകത്ത് എന്താ ചെയ്യാനുള്ളത്? ഏതു പ്രത്യയശാസ്ത്രത്തിനാണ്, ഏത് മുദ്രാവാക്യത്തിനാണ്, ഏത് രാഷ്ട്രീയ പ്രമേയങ്ങൾക്കാണ്, ഏത് ഭൗതികമായ കാഴ്ചപ്പാടുകൾക്കാണ് കൂട്ടരെ ഈ ലോകത്തിലെ മനുഷ്യന് ശാശ്വതമായ സമാധാനം നൽകാൻ സാധിച്ചത്? ഇവിടെ ലിബറലിസം മുതൽ നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിർബന്ധിതാവസ്ഥയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ NSSകളുടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. പല സ്കൂളുകളിലും NSS ക്യാമ്പുകളിൽ ഒരുപക്ഷെ വിവാദപരമായ ചില കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്ന്, ആ NSS ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പ്രത്യേകമായ ക്ലാസ് നൽകാൻ അതിന് പരിശീലനം ലഭിച്ച ആളുകളെ ആ ക്ലാസ്സിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടു എന്ന് നമ്മുടെ നാട്ടിൽ വിവാദപരമായ ഒരു വിവരമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു സ്കൂളിൽ NSS ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ ആ സ്കൂളിലെ ഏറ്റവും വിവേകമുള്ള, കഴിവുള്ള കുട്ടികളാവും. ആ കുട്ടികളെ ഒരു പ്രത്യേകമായ മൂഡിൽ, NSS ക്യാമ്പിൻ്റെ മൂഡ് നിങ്ങൾക്കറിയാലോ, ആ ഒരു പ്രത്യേകമായ മൂഡിൽ ആ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സമർത്ഥമായി ക്ലാസ് എടുത്ത് അവരുടെ മനസ്സിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത ഒരു വല്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ രൂപത്തിലുള്ള നിർബന്ധിതമായ ശ്രമം നടക്കുന്ന കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പൊരുതേണ്ടി വരും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പൊരുതേണ്ടി വരും. കാരണം നിങ്ങൾ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് അപ്രിയമായ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു ലോകം. അതുകൊണ്ട് ആ സത്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പൊരുതേണ്ടി വരും. അതിൽ എവിടെയൊക്കെയാണ് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്? എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അഥവാ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അഥവാ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഈ ലോകത്ത് മനുഷ്യരെ സംസ്കരിക്കാനും മനുഷ്യരെ നന്നാക്കുവാനും അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കൊല്ലങ്ങളായി ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യനെ നന്നാക്കാൻ ആ പ്രവാചകന്മാരുടെ ചുണ്ടിൽ അള്ളാഹു തആല വെച്ചുകൊടുത്ത മുദ്രാവാക്യം അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാത്ത ഒരാരാധ്യൻ നിങ്ങൾക്കില്ല കേട്ടോ, എന്നെയല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, എന്ന് പഠിപ്പിക്കാനല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ചിട്ടില്ല. എന്താ കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായതിപ്പോ? ഈ ലോകത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാവട്ടെ, ആ മനുഷ്യരുടെ ചിന്തയിലും പ്രവൃത്തിയിലും എന്തൊക്കെ തെറ്റുകുറ്റങ്ങളും വൃത്തികേടുകളും ഉണ്ടാവട്ടെ, ആ ജനതയെ മുഴുവനും സംസ്കരിക്കാൻ നമ്മുടെ സൃഷ്ടാവ് നിശ്ചയിച്ച മനോഹരമായ ചികിത്സാ രീതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരാരാധ്യനില്ല. എൻ്റെ ജീവിതം ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു എന്നെ സൃഷ്ടിച്ചത് തന്നെ ആരാധനയ്ക്ക് വേണ്ടിയാണ്. ആ ആരാധന അല്ലാഹുവിന് മാത്രമേ ഞാൻ കൊടുക്കൂ. കാരണം അല്ലാഹുവിൻ്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടുകയും എൻ്റെ ജീവിതത്തിൻ്റെ മുടിനാരിഴ കീറി എൻ്റെ ജീവിതത്തിൻ്റെ വിചാരണക്ക് ഞാൻ വിധേയമാക്കപ്പെടുകയും ആ വിചാരണയിൽ പരാജയപ്പെട്ടാൽ ശാശ്വതമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥമായ സംശുദ്ധമായ ഒരു തൗഹീദ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. ഇവിടെ ഞങ്ങൾക്ക് പേടിയുണ്ട് മക്കളെ. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പാട്ടുകളും സിനിമകളും നാടകങ്ങളും മോഡേൺ സംവിധാനങ്ങളും ഇന്റർനെറ്റുകളും മൊബൈൽ ഫോണുകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എതിര്
ശക്തമായി കടത്തിവിടുന്നുണ്ട്. മതം വേണ്ട, എന്തിനാണ് മതം? ദൈവമില്ല, എവിടെയാണ് ദൈവം? എന്തിനാണ് ദൈവം? മതം വിശപ്പ് മാറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈമാനിനെ വലിച്ചെറിയാനുള്ള ഒരുപാട് ഉമ്മമാരുടെ പരാതി എന്താ നിങ്ങള്? ഉസ്താദേ, എനിക്ക് എൻ്റെ കുട്ടിയെക്കുറിച്ച് ഒരു പരാതി പറയാണ്ട് നേരണ്ടോ? എന്താ പരാതി? ഒരു 10 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ആ പരാതി ചിലപ്പോൾ പ്രണയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇക്കാരം. പക്ഷെ ഇപ്പോഴത്തെ പരാതി അതല്ല. ഇപ്പോഴത്തെ പരാതി എൻ്റെ മോളിപ്പോൾ നിസ്കരിക്കുന്നില്ല. എൻ്റെ മോള് നിസ്കാരം നിർത്തിയിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെ, കഴിഞ്ഞ വർഷം വരെ എൻ്റെ മോള് ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ അവൾ നമസ്കാരം നിർത്തിയിട്ടുണ്ട്. എന്താ കാരണം? ഉമ്മയോട് ചോദിച്ചു, എന്താ മോള് നിസ്കരിക്കാത്തത്? നിങ്ങൾ പറയുന്നില്ലേ? അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞാരോ? നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് തിരിച്ചു ചോദിച്ചത്, നിസ്കരിച്ചിട്ട് എന്താണ് ഉമ്മ കാര്യം? നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ നിസ്കാരം നിർത്തി. 10-18 കൊല്ലം മകൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മാക്ക് കരയാനല്ലാതെ വേറെ ഒരു മാർഗമില്ല. മകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉമ്മാന്റെ കയ്യിൽ മറുപടിയില്ല. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ ശക്തമായി പ്രവേശിപ്പിക്കുവാനുള്ള അതിഗൂഢമായ എന്നാൽ ഏറെ സംവിധാനങ്ങളോട് കൂടിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ? ഈ അടുത്ത ദിവസം നമ്മുടെ നാട്ടിലെ ഒരു കലാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുവാൻ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകൻ വന്നപ്പോൾ ആ സിനിമാ സംവിധായകന്റെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കൂല എന്ന് ആ കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു. ഞാൻ ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. ആ കലാലയത്തെ തീഷ്ണമായ രൂപത്തിൽ ആരോപണങ്ങൾ കൊണ്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. എന്തോ ആവട്ടെ, വിഷയം എന്താ അറിയോ? ആരാണ് ഈ സംവിധായകൻ അറിയോ? അയാളൊരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, എൻ്റെ ഒരു പ്രഭാഷണം കേട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമ കണ്ട് വിവാഹം കഴിച്ച 10 പേരെങ്കിലും ആ വിവാഹബന്ധം വേർപ്പെടുത്തി സ്വതന്ത്ര ലൈംഗികത ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അതാണ് എന്നെ സന്തോഷിപ്പിക്കുക. കാരണം കുടുംബ ജീവിതത്തിനും വിവാഹ ജീവിതത്തിനും എതിരായ ഒരാൾ, ആ ആൾ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകാൻ വേണ്ടി ക്യാമ്പസിലേക്ക് കയറി വന്നപ്പോൾ ആ അറിവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ആ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ അഭിനന്ദിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഞാൻ പറഞ്ഞത്, പല രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആധുനികതയുടെ പേരിൽ വൃത്തികേട് കടത്തിവിടാനുള്ള അതിശക്തമായ ശ്രമം നടക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു വല്ലാത്ത ആയുധമാണ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വല്ലാത്ത ഒരു പ്രതിരോധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തിന്മകളുടെ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ ഒരു സമൂഹത്തിന് മുഴുവനും കരുത്തു കൊടുക്കുന്ന വല്ലാത്ത ഒരു മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടം നിർവഹിച്ച ജാഹിലിയ കാലഘട്ടത്തിന്റെ കണ്ണ് നനയിപ്പിക്കുന്ന ചോരയുടെ മണമുള്ള കഥകൾ ഒരുപാട് നമ്മൾ കേട്ടതല്ലേ? മദ്യവും അതേപോലെ വൃത്തികേടുകളും അതേപോലെ തന്നെ കയ്യൂക്കുകളും യുദ്ധങ്ങളും കലാപങ്ങളുമായി ഒരു രാജ്യം, ഒരു സമൂഹം മുഴുവനും അധാർമികതയിൽ മുങ്ങിക്കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ ആ അധാർമികതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആയുധം കൊണ്ടായിരുന്നില്ല, പണം കൊണ്ടായിരുന്നില്ല. പ്രവാചകൻ അവരെ മാറ്റിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മീയ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് ഏതാണ് ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലത്ത് വലിയ രൂപത്തിൽ തിന്മകളുടെ പെരുമഴ ആർത്തുപെയ്യുന്ന ഈ ഒരു കാലത്ത് ഞങ്ങൾ ഈ സാധുക്കളായ മക്കൾ ഞങ്ങൾ എങ്ങനെയാണ് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ചേക്കേറുക എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഒന്ന്, വിശ്വാസത്തിലെ വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതിന് എതിരായ ശിർക്കിന്റെ വകഭേദങ്ങൾ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട ഒരു സ്ഥലത്ത് അതിന് പകരമായി ഒരു പേരും അല്ലാഹുവിൻ്റെ അല്ലാത്ത ഒരു പേരും, അത് മനുഷ്യനാവട്ടെ, മരമാവട്ടെ, കല്ലാവട്ടെ, സ്ഥലമാവട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് അല്ലാഹുവേ എന്നല്ലാതെ മറ്റൊരു പേര് ഞാൻ വിളിക്കുകയില്ല. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ മനസ്സിൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, അതൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പറയൂ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം അല്ലാഹുവേ ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ റബ്ബേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. മനുഷ്യൻ്റെ കഴിവിനപ്പുറത്തുള്ള ഒരു മനുഷ്യന് നേർക്ക് നേരെ ചെയ്തു തരാൻ സാധിക്കാത്ത ഒരു കാര്യത്തിന് പടച്ച റബ്ബിനോടല്ലാതെ അവൻ്റെ ഒരു സൃഷ്ടിയോടും ഞാൻ ചോദിക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നിയേക്കാം. എൻ്റെ ജീവിതത്തിലൊന്നും ഒരിക്കലും ശിർക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ തൗഹീദ് തന്നെയാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയണേ, ഒരു ദിവസം
ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു. ആരാ ഞങ്ങൾ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും. പ്രവാചകന്റെ അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബിമാർ നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ നക്ഷത്ര സമാനരായ സഹാബത്തിരിക്കുന്ന സദസ്സിനെ ചൂണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, സഹാബത്തെ നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. സഹാബത്ത് അത്ഭുതപ്പെട്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് സഹാബത്തിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു ഉറുമ്പ് എത്ര ഗൂഢമായിട്ടാണോ അരിച്ചരിച്ചു പോകുന്നത് അതുപോലെ ശിർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും, ശിർക്ക് കയറി വരും. നിങ്ങൾ ഇരിക്കുന്ന ഈ ഹാളിൽ ഈ കസേരകൾക്കിടയിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചു പോയാൽ നിങ്ങൾ അറിയോ? ശബ്ദം ഉണ്ടാവോ? കസേര കുലുങ്ങോ? ഇല്ലല്ലോ. അതുപോലെ ശിർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ അപ്പുറത്ത് എഴുതുന്ന ആള് അയാളൊരു കവർ തുറക്കുന്നു, ഒരു പ്രത്യേക പേന എടുക്കുന്നു. അദ്ദേഹം പറയാണ്, ഈ പേന ഉണ്ടല്ലോ, ഈ പേന അവിടുന്ന് കിട്ടിയതാ, ആ ദർഗയിൽ നിന്ന്, ആ വലിയിൽ നിന്ന്, ആ ശൈഖിൽ നിന്ന് കിട്ടിയതാ. ഈ പേന കൊണ്ട് എഴുതിയാൽ പരീക്ഷ ജയിക്കും. ഈ പേന കയ്യിൽ പിടിച്ചാൽ ഉത്തരങ്ങൾ തോന്നും. ഈ പേനയുടെ മുനയിലൂടെ ഉത്തരങ്ങൾ ഈ പേപ്പറിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അത് പറഞ്ഞവന്റെ മുഖത്ത് നോക്കി നീ ഇത്രയും വിവരമില്ലാത്തവനായല്ലോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്കുണ്ടാവണം. ഓരോ ദിവസത്തെയും നമസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ എന്താണോ എനിക്ക് നൽകുന്നത് അത് തടയാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല റബ്ബേ. അല്ലാഹുവേ, നീ എന്താണോ എനിക്ക് വേണ്ടെന്ന് വെച്ചത് അതെനിക്ക് തരാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും സാധ്യമല്ല റബ്ബേ എന്ന ആ തൗഹീദിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എൻ്റെ മക്കളെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തേത്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം കേട്ടോ. കാരണം അല്ലാഹു തആല പറയുന്നത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ട വൃത്തികേടിന്റെ ഒരു വഴിയിൽ നിന്ന് നമസ്കാരം നിങ്ങളെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് തല പോയാലും നമസ്കാരം ഒഴിവാക്കരുത്, നമസ്കാരം മുറുകെ പിടിച്ച് ജീവിക്കണം. മൂന്നാമത്തേത്, അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അത് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാനുള്ളതാണ്, മറക്കരുത്. നാലാമത്തേത്, നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമകളും കടപ്പാടുകളും ഒരുപാട് വലുതാണ്. ആ മാതാപിതാക്കളെ ശത്രുവായി കാണാനും ആ മാതാപിതാക്കളുടെ സ്നേഹവലയത്തിൽ നിന്ന് നമ്മളെ പറിച്ചെടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് വൃത്തികേടിന്റെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളുടെ അനുസരണയുള്ള മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളിൽ മതം ആവശ്യപ്പെടുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. കളവ് പറയാത്ത, വഞ്ചനയില്ലാത്ത, പരദൂഷണങ്ങളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത, ചതിയില്ലാത്ത സംശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനിയും നമുക്ക് ചില പ്രഭാഷണങ്ങൾ കിട്ടേണ്ടതുണ്ട്. നമ്മുടെ സമയത്തിന്റെ കുറവുണ്ട്, നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിശുദ്ധി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദമാണ്. ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളെ ചൂഷണം ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ ആ ഒരു വലിയ സംരക്ഷണയിൽ നിന്ന് അടർത്തിയെടുത്ത് തോന്നിവാസത്തിന്റെ ലോകത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ സ്വാതന്ത്ര്യത്തിന്റെ പടപ്പാട്ടുമായി ഇറങ്ങി നടക്കുന്നവരോട് ഉറച്ച മനസ്സോടെ, തീഷ്ണമായ കണ്ണുകളോടെ നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് വിശുദ്ധമായ ഒരു ജീവിതമുണ്ട്, വിശുദ്ധമായ ഒരു വഴിയുണ്ട്, വിശുദ്ധമായ ഒരു പാതയുണ്ട്, വിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഭരണഘടനയുണ്ട്. അതിൽ നിന്ന് പറിച്ചെടുക്കാൻ നിങ്ങൾക്കല്ല ആർക്കുമാവുകയില്ല. ഞങ്ങളുടെ സഹായി ഞങ്ങളുടെ റബ്ബാണ് എന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.